കോഴിക്കോട് ജില്ലയിൽ നിന്നും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ തുടക്കം മുതൽ തന്നെ സംസാരിച്ചു പോവുകയാണ്. കോഴിക്കോട് ചേമഞ്ചേരിയിൽ കിണർ ഇടിഞ്ഞു താഴ്ന്നു. വയലാട്ട് തങ്കത്തിന്റെ വീട്ടിലാണ് കിണർ ഇടിഞ്ഞു താണത്. ദൃശ്യങ്ങളാണിത്. അനൂപ് ദാസ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അനൂപ്, വിവിധയിടങ്ങളിൽ പുലർച്ചെയൊക്കെ കനത്ത മഴയുണ്ടായിരുന്നു. ഇപ്പോൾ പല വിധത്തിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ചേമഞ്ചേരിയിൽ സംഭവിച്ചത് എങ്ങനെയാണ്? മറ്റിടങ്ങളിലൊക്കെ പ്രശ്നമുണ്ടോ? എന്താണ് സംഭവം? ചേമഞ്ചേരി കൊയിലാണ്ടി മേഖലയിൽ ഇന്നലെ രാവിലെ മുതൽ തുടർച്ചയായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് ചെറിയൊരു ശമനമുണ്ടായത്. എന്നാൽ പുലർച്ചെ 4 മണിയോടുകൂടി വീണ്ടും അതിശക്തമായ മഴ തുടങ്ങി. ഈ സമയത്താണ് വയലാട്ടിൽ തങ്കത്തിന്റെ വീട്ടിലെ ഈ കിണർ ഇടിഞ്ഞ് താണു പോയത്. വർഷങ്ങളായി ഇവർ ഉപയോഗിക്കുന്ന കിണറാണ്. ചേമഞ്ചേരി 1-ാം വാർഡിലാണ് ഇവരുടെ വീട്. പുലർച്ചെ എണീറ്റ് നോക്കുമ്പോഴാണ് കിണർ ഇടിഞ്ഞ് താണത് അവർ ശ്രദ്ധിച്ചത്. എന്തായാലും അവിടെ അധികാരികളൊക്കെ, വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള മറ്റാളുകളൊക്കെ എത്തി സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ മേഖലയിൽ വ്യാപകമായി വെള്ളം കയറി തുടങ്ങുന്നുമുണ്ട്. പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ദേശീയപാതയുടെ പണി നടന്ന മേഖലയായതിനാൽ അവിടെ വെള്ളക്കെട്ട് പല ഭാഗത്തും സ്ഥിരമാണ്. ഇപ്പോൾ അത് ഈ ഇന്നലത്തെയും ഇന്ന് രാവിലത്തെയും മഴയോടുകൂടി ആ വെള്ളക്കെട്ടും ശക്തമായിരിക്കുകയാണ്.